ആ മഴയത്ത് ഫോട്ടോ, അതുപോലെ കപ്പിൾസ്, പുതിയ വിവാഹം നിശ്ചയിച്ച ആളുകൾ, അവരൊക്കെ വന്ന് ഫോട്ടോഷൂട്ടിനായിട്ടൊക്കെ വരുന്നുണ്ട്. ധാരാളം മനോഹരമായ ഫോട്ടോ ആണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ വിദേശത്തു നിന്ന്, യൂറോപ്യൻ കൺട്രീസിനടക്കം ആളുകൾ, കുമരകം ടൂറിസ്റ്റ് അവിടെ റിസോർട്ടിലൊക്കെയുള്ള ഗസ്റ്റിനെ അവർ ഇതൊരു പാക്കേജായിട്ട് അവിടെ അയക്കുന്നുണ്ട്. വളരെ ഒരു 11 മണി 10 മണി കഴിയുമ്പോൾ ഇത് ആമ്പൽ മുട്ടായിക്കൊണ്ടിരിക്കുക, തിരിച്ച് റിട്ടേൺ ആവുക, പിന്നെ മുട്ടാവുക, പിന്നെ ഇത് പാതിരയാകുമ്പോഴേ ഇത് വിരിയുള്ളൂ. അപ്പം ഇവരവർക്കൊന്നും ഇപ്പം എറണാകുളംകാരാണ് ഇപ്പം വന്നത്. അവർ വന്നയച്ച ആമ്പലാണ്. ഞാൻ പറഞ്ഞു ഇപ്പം മുട്ടായിക്കൊണ്ടിരിക്കുക രീതിയിൽ. ഞങ്ങളല്ല ഹാപ്പി, നിങ്ങൾ വരുന്നവരാണ് ഹാപ്പിയാണ്. ഞങ്ങൾ ഓൾറെഡി ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പി ആയാൽ മതി. ഞങ്ങൾ ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് മലരിക്കൽ ഇപ്പോൾ? ഇപ്പം ആമ്പൽ വസന്തം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. തിരുവായ്ക്കലിലും 9,000 പാടശേഖരത്തിലുമായിട്ടാണ് ഇപ്പം ആമ്പൽ ഉള്ളത്. തിരുവായ്ക്കലിൽ ഒരു 400 ഏക്കറിനകത്ത് ആമ്പലുണ്ട്. അത് വള്ളക്കാർക്ക് ഇഞ്ചൻ വള്ളത്തെ പോലെ കാണാൻ പറ്റുള്ളൂ. 1.5 കിലോമീറ്റർ പോകണം. ഒരു 400 ഏക്കറിനകത്ത് ആമ്പലുണ്ട്. അപ്പം ഒരു ട്രിപ്പിന് 1000 രൂപയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 9ൻ്റെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ കൊടുത്താൽ ആൾക്കാർക്ക് ജസ്റ്റ് കണ്ടിറങ്ങാം. ഈ കാണുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ. നല്ല തിരക്കുണ്ട് ഇപ്പോൾ. പിന്നെ ഇന്ന് ശനി ഞായറും നല്ല തിരക്കാണ്. പിന്നെ അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ജില്ലകളിൽ നിന്നും ഇപ്പം വരുന്നുണ്ട്. ജില്ലകളിൽ നിന്നല്ല, സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ, അടുത്ത തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് കാണാൻ. സേവ് ദ ഡേറ്റ് ഷൂട്ട് ആയാലും അല്ലാത്ത ഷൂട്ട് ആയാലും അതൊക്കെ ഉണ്ട്. ഈ മഴ മഴ ഒരു പ്രശ്നമാണ്. ഇന്ന് നല്ല മഴയായിരുന്നു. എനിക്ക് തോന്നുന്നു മഴയായിട്ട് കൂടി ഇവിടെ നല്ല തിരക്കുണ്ട്. ഉണ്ട്. ചെറുപ്പക്കാർക്കൊക്കെ മഴ നനഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പിള്ളേരൊക്കെ ആയിട്ട് വരുന്നില്ല, അവർക്കല്ല ബുദ്ധിമുട്ട്. പക്ഷേ ഈ ആമ്പലിപ്പം ഇവിടുന്ന് പൊട്ടിച്ചെടുക്കുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഈ പ്ലേസിൽ നമ്മൾ ആമ്പൽ പറപ്പിക്കുകയല്ല. വരുന്നവർക്ക് ഇവിടുന്ന് ബൊക്ക പോലെ നമ്മൾ കെട്ടി ഇവിടെ, അത് വേറെ സ്ഥലത്ത് നിന്ന് പറിച്ചുകൊണ്ട് വരുന്നത്. ഈ പ്ലേസിൽ നിന്ന് പറിച്ച് വരുമ്പോൾ തെളിഞ്ഞു പോകല്ലേ, ആൾക്കാർ ആമ്പൽ കാണാൻ വേണ്ടി വരിക. അപ്പം അത് ആ ബൊക്ക മേടിച്ചുകൊണ്ട് വരുന്നവർ വള്ളത്തെ കയറുക, അതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ വള്ളത്തിന്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ തന്നെ അവിടുന്ന് കുറെ ആമ്പൽ പൊട്ടിച്ചെടുക്കാറുണ്ട്. അത് എത്ര പറഞ്ഞാലും ചിലപ്പം പിള്ളേരൊക്കെ ചാടിക്കറി പറിക്കും. അത് സ്വാഭാവികമാണ്. നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഫുള്ള് വിരിഞ്ഞു നിൽക്കുക എന്നുള്ള ധാരണയാണ് അറിയാൻ മേലാത്തവർക്ക്. ഒരു 11 മണി 10 മണി കഴിയുമ്പോൾ ഇത് ആമ്പൽ മുട്ടായിക്കൊണ്ടിരിക്കുക, തിരിച്ച് റിട്ടേൺ ആവുക, പിന്നെ മുട്ടാവുക, പിന്നെ ഇത് പാതിരയാകുമ്പോഴേ ഇത് വിരിയുള്ളൂ. അപ്പം ഇവരവർക്കൊന്നും ഇപ്പം എറണാകുളംകാരാണ് ഇപ്പം വന്നത്. അവർ വന്നയച്ച ആമ്പലാണ്. ഞാൻ പറഞ്ഞു ഇപ്പം മുട്ടായിക്കൊണ്ടിരിക്കുക. പറയാൻ മനസ്സിലായി? അറിയത്തില്ല. അവരെ ഓർക്കുന്ന ഇത് വൈകുന്നേരം വരെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയെന്ന് ഓർക്കുന്നു. അപ്പം എന്തായാലും നല്ല തിരക്കാണ്. നല്ല ശനി ഞായറും നല്ല തിരക്കാണ്. പിന്നെ ഓണത്തിനോടൊക്കെ അനുബന്ധിച്ച് നല്ലപോലെ ആളായിരിക്കും അന്നേരം. ഇതിപ്പോ ഇനി 1 മാസം കഴിയുമ്പോൾ കുറച്ചുകൂടെ ആമ്പലാകും. 2 മാസത്തോളം ഉണ്ടെന്ന് തോന്നുന്നു. 2-3 മാസം നമുക്ക് സുഖമായിട്ട് കാണാം. ഈ വെള്ളം പറ്റും വരെ ഇനി ആമ്പൽ കാണാം. കൃഷിക്ക് വേണ്ടി, അടുത്ത കൃഷിക്ക് വേണ്ടി. ഇത് പാടമാണ്, നെൽകൃഷി ചെയ്യുന്ന പാടമാണ്. അപ്പോൾ അടുത്ത കൃഷി ചെയ്യുന്ന ഇടം വരെ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് ഇത് നശിപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെ കൃഷി ഇത് കളനാശം അടിച്ച് നമ്മൾ കളയും കൃഷിക്ക് വേണ്ടി. എന്നിട്ട് കൃഷി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ പാടത്തേക്ക് വെള്ളം കയറ്റുമ്പോൾ ഇതിൻ്റെ വിത്ത് മണ്ണിനടിയിലുണ്ട്. അത് വെള്ളം ചെല്ലുമ്പോൾ പൊട്ടി കിളക്കുക, വീണ്ടും പൊട്ടി കിളക്കുക. അങ്ങനെയാണ്. എങ്ങനെയുണ്ട് ഈ സീസൺ? ഈ സീസൺ വളരെ ഗംഭീരമായിട്ട് പോകുന്നു. മനോഹരമായ കാഴ്ചയാണ്. ഏതാണ്ട് 500-ൽ പരം ഏക്കറിൽ ആമ്പൽ പൂത്തു നിൽക്കുകയാണ്. വരുന്ന സഞ്ചാരികൾ വളരെ മനം കുളിർക്കെ അവർ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത്. ഈ സീസൺ ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 മാസത്തോടടുക്കുന്നു. വളരെയധികം കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് ധാരാളം ഏരിയ കൂടുതലായിട്ട് പൂക്കളുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല ഈ സീസൺ കുറച്ചും കൂടി മുന്നേ വന്നു എന്നാണ് കേട്ടത്. അതിവിടെ ഈ നെൽപ്പാടമാണ്. നെൽകൃഷി നേരത്തെ ഇറങ്ങുവാണെങ്കിൽ, നെൽകൃഷി കഴിഞ്ഞു, കൊയ്ത്ത് കഴിഞ്ഞു, നെല്ലെല്ലാം കയറിപ്പോയതിന് ശേഷം ഓട്ടോമാറ്റിക്കലി വെള്ളം നിറയുന്ന പാടമാണിത്. അങ്ങനെ ആ നേരത്തെ കൃഷി ഇറങ്ങിയാൽ നേരത്തെ കൃഷി വിളവെടുപ്പ് കഴിയും. വിളവെടുപ്പ് കഴിഞ്ഞാൽ നേരത്തെ പാടം മുങ്ങി വെള്ളം കയറി കഴിയുമ്പോൾ ആമ്പൽ കിളുത്ത് വരും. അതാണ്. കൃഷി താമസിച്ചാൽ ആമ്പലിൻ്റെ സീസണും താമസിക്കും. അതാണ്. ഇപ്പം നല്ല തിരക്കുണ്ടല്ലേ? ഭയങ്കര തിരക്കാണ്. ഇന്ന് അവിടെ ഇല്ലിക്കൽ, കുമരകം, കോട്ടയം റോഡെല്ലാം ബ്ലോക്കായിപ്പോയി. അത്രയധികം ആളുകളുണ്ടായിരുന്നു. ഈ മഴയത്ത് പോലും അവരിങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതൊരു പ്രകൃതി ഒരു വശ്യമായ കാഴ്ചയായത്.
ഇതൊരു കുറഞ്ഞ ഏരിയ അല്ലല്ലോ, ഭയങ്കരമായ ഒരു സമുദ്രം പോലെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. അത് കാണുമ്പം ആളുകൾ വളരെ സന്തോഷം. ഒരു പ്രാവശ്യം വന്നവർ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അതല്ലാതെ അവരുടെ ബന്ധുമിത്രാദികളെയൊക്കെ കൂട്ടിയിട്ട് വീണ്ടും വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ. ശരിക്കും അങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ല കാഴ്ചകളായിരുന്നു. നല്ല കാഴ്ചകളാണ്. രണ്ട് സൈഡിലും പൂക്കൾ പല നിറത്തിലുള്ള പൂക്കളുണ്ട്. വെള്ള കളറുണ്ട്, അങ്ങനെ പല നിറത്തിലുള്ള പൂക്കളുണ്ട്. ആ പൂക്കളുടെ കാഴ്ചകൾക്കിടയിലൂടെ അങ്ങ് ചെന്ന് കഴിയുമ്പം സമുദ്രം പോലെ വലിയ ഒരു പ്രദേശം മുഴുവൻ പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള തിരക്കൊന്നും ഒന്നും അല്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പം വരും ദിവസങ്ങളിൽ ഓണമൊക്കെ ആകുമ്പം നമുക്ക് ഇവിടെ നിയന്ത്രിക്കാൻ പറ്റാത്തത്ര തിരക്കായി പോകും. ഇവിടെ ഇപ്പം നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്തത്ര ആളുകൾ വന്നുകൊണ്ടിരിക്കുക. അത്ര ഭയങ്കര തിരക്കാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഈ സീസൺ പോയിക്കൊണ്ടിരിക്കും. ഈ മഴയത്തും എനിക്ക് തോന്നുന്നു മഴ അത് മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. മഴയത്ത് ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും മഴ നനഞ്ഞ് ആ മഴയത്ത് ഫോട്ടോ, അതുപോലെ കപ്പിൾസ്, പുതിയ വിവാഹം നിശ്ചയിച്ച ആളുകൾ അവരൊക്കെ വന്ന് ഫോട്ടോഷൂട്ടിനായിട്ടൊക്കെ വരുന്നുണ്ട്. ധാരാളം മനോഹരമായ ഫോട്ടോ. നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ വിദേശത്തു നിന്ന്, യൂറോപ്യൻ കൺട്രീസിൽ നിന്നടക്കം ആളുകൾ, കുമരകം ടൂറിസ്റ്റ് അവിടെ റിസോർട്ടിലൊക്കെയുള്ള ഗസ്റ്റിനെ അവർ ഇതൊരു പാക്കേജായിട്ട് അവിടെ അയക്കുന്നുണ്ട്. വളരെ എല്ലാവരെയും നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അവരെയൊക്കെ വളരെ സുരക്ഷിതമായിട്ട്, കുഞ്ഞുങ്ങളാണേലും മുതിർന്ന ആളുകളാണേലും വള്ളത്തെ പരിചയമില്ലാത്ത ആളുകളാണേലും അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള വള്ളങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത്, അവർക്ക് ഏറ്റവും അനുയോജ്യമായ വള്ളങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്താണ് ഞങ്ങൾ നാട്ടുകാരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ ഈ വള്ളങ്ങളിലൊക്കെ ഊന്നുന്നതും കൊണ്ട് കാഴ്ചകൾ കാണിക്കുന്നതൊക്കെ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. വള്ളക്കാരായാലും എല്ലാവരും അതിന്റെ വൈബായിട്ട് നിൽക്കുന്നവരാണ്. തീർച്ചയായിട്ടും ചൂഷണമൊന്നുമില്ല. വരുന്ന ആളുകളോട് നമ്മൾ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കും, സത്യസന്ധമായി കാര്യങ്ങൾ പറയും. അവരെ ഒന്നും ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവാതെ. പിന്നെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഈ വരുന്ന വഴിക്ക് ആദ്യം കാണുന്ന പ്രദേശത്ത് പൂക്കളില്ല, വളരെ കുറച്ച് പൂക്കളേ ഉള്ളൂ. അവിടെയും തടഞ്ഞു നിർത്തിയ ആളുകൾ വള്ളത്തെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ദയവായി ഈ വീഡിയോ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ആദ്യം കാണുന്നിടത്ത് നിൽക്കരുത്. യഥാർത്ഥ മലരിക്കൽ പോയിന്റിൽ വരണം. മലരിക്കൽ ഗുരുദേവ ക്ഷേത്രത്തിനടുത്ത് വന്നാൽ തിരുവായ്ക്കരി പാടശേഖരം എന്ന് പറയുന്ന പാടശേഖരത്താണ് ഏറ്റവും അധികം പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത്. ആ പൂക്കൾ കാണാനുള്ള ഭാഗ്യം വരുന്ന സഞ്ചാരികൾക്കുണ്ടാകണം. കാരണം അവർ വഞ്ചിക്കപ്പെടരുത്. അതാണ് നമ്മുടെ ആഗ്രഹം. കാരണം നല്ല കാഴ്ചകൾ കണ്ടുപോവാണെങ്കിൽ അവർ വീണ്ടും അവരുടെ മറ്റ് ആളുകളെ ഇങ്ങോട്ട് അയക്കുകയുള്ളൂ. എങ്ങനെയുണ്ട് ചേട്ടാ ഇപ്പോഴത്തെ ഈ ഒരു സീസൺ? ഈ സീസൺ തുടങ്ങി വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷിച്ച് സീസൺ നേരത്തെയാണ് ഈ വർഷം. പിന്നെ പൂവൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തെ പാടത്ത് പൂവായി ഓൾറെഡി. കാരണം വെച്ചാൽ അത് വെള്ളം കയറിയിട്ട് ഒരു മാസത്തിന് മേളിലായി. ഇത് വെള്ളം കയറിയിട്ട് ഒരു മാസം ആകുന്നതേ ഉള്ളൂ. അവിടെ ഓൾറെഡി ഒരു 400 ഏക്കറിനകത്ത് ഫുള്ള് പൂവായി. ഇത് 1550 ഏക്കറാണ്. പക്ഷേ ഇതിനകത്ത് പൂവായിട്ടില്ല, പൂവായി വരുന്നതേ ഉള്ളൂ. ഇവിടെയും പൂവാകുമ്പോൾ അവിടുത്തെ പോലെ തന്നെ ഒരു ഫുൾ റൗണ്ട് അടിക്കാനായിട്ട് പറ്റും. ഫുൾ റൗണ്ട് അടിക്കാൻ പറ്റും. അങ്ങൊക്കെ ഉണ്ടല്ലേ? അങ്ങുണ്ട്. ഇവിടെ 1500 ഏക്കറിന് ഈ ടവർ നിൽക്കുന്നുണ്ടോ അങ്ങേരത്ത്? ആ ടവറിന്റെ അവിടം വരെ അവിടെ ഉണ്ട് ഇതുപോലെ തന്നെ പൂ. ആദ്യം വൈറലായത് ഈ പാടമാണ്, ആമ്പൽപ്പാടം സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിൽ ഇവിടെയാണ് വരുന്നത്. ഇവിടെ പൂ ഇല്ലെന്നല്ല, പൂവുണ്ട്. പക്ഷെ അവിടുത്തെ അപേക്ഷിച്ച് പൂ കുറവാണ്. ഇവിടെ പൂവായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ ഒരു തിരക്കൊക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ട് ഈ സവാരിയൊക്കെ? സവാരിയൊന്നും കുഴപ്പമില്ല, നല്ലോണം. എല്ലാവരും 3 ട്രിപ്പ് 4 ട്രിപ്പ് ആവറേജ് ഒരു ദിവസം രാവിലെ തന്നെ ഓടുന്നുണ്ട്. പിന്നെ വൈകുന്നേരം വരുന്നുണ്ട്. ഹാപ്പിയാണ്. പക്ഷേ ഈ മഴ അതിനൊരു പ്രതികൂല കാലാവസ്ഥയാണോ? മഴ ഉള്ളതുകൊണ്ടാണ് ഇത് ശകലം നേരം ഇവിടെ നിൽക്കുന്നത്. അല്ലെ 10 മണിക്ക് മുമ്പ് പാടിപ്പോകും, അടഞ്ഞു പോകും. അപ്പൊ മഴ ഉള്ള കാരണം കുഴപ്പമില്ല, പൂ ശകലം നേരം ഇവിടെ കിട്ടും. ഇതിപ്പോ എത്ര നാൾ വരെ ഉണ്ടാവും ഈ സീസൺ? ഇനി ഇത് അടുത്ത നെൽപ്പാടത്തിന് വേണ്ടി വെള്ളം പറ്റിക്കുന്നിടം വരെ ഇത് സീസണാണ്. അത് ഓണം വരെ എന്തായാലും ഉണ്ട്. അപ്പൊ അവിടെ ആ ഒരു ഓണം വരെ ഇവിടെ നല്ല തിരക്കായിരിക്കും എന്നാണ്. നല്ല തിരക്കായിരിക്കും ഓണം വരെ. എല്ലാ ശനിയാഴ്ചയും ഭയങ്കര തിരക്കാണ്. എല്ലാവരും ഒരു സ്ഥിരം പ്ലേസ് ആണെന്ന് തോന്നുന്നല്ലേ? അതെ ഇവിടെ നേരത്തെ മുതലേ ആൾക്കാർ വന്ന് ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു. സൺസെറ്റ് ഒക്കെ കാണാനായിട്ട് നല്ല വ്യൂ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞു. എന്തായാലും ഹാപ്പിയാണ്. നല്ല രീതിയിൽ ഞങ്ങളും അല്ല ഹാപ്പി, നിങ്ങൾ വരുന്നവരാണ് ഹാപ്പിയാണ്. ഞങ്ങൾ ഓൾറെഡി ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പി ആയാൽ മതി. ഞങ്ങൾ ഹാപ്പിയാണ്.